ദുരന്തമുഖത്ത് സഹായസ്ഥവുമായി സിറ്റി ഗോൾഡ്. കാസർഗോഡ് നിന്ന് ദുരന്തമുഖത്തേക്ക് നിരന്തരം ഭക്ഷണ സാധനങ്ങളും മറ്റും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ പല സ്ഥാപനങ്ങളും അവർക്ക് കഴിയാവുന്ന വിധത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരിൽ നിന്നും വ്യത്യസ്തമാവുകയാണ് സിറ്റി ഗോൾഡ്. സംസ്ഥാനത്തെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ, പുതപ്പുകൾ, പായ, വെള്ളം, ബിസ്ക്കറ്റുകൾ എന്നിവയടങ്ങിയ സാധനങ്ങളാണ് ഇന്ന് അയച്ചത്. ജില്ലയിലെ പല കോണുകളിൽ നിന്നും ആവശ്യ സാധനങ്ങളുമായി നിരവധി വാഹനങ്ങളാണ് ദുരന്തമുഖത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. NA MLA ഫ്ളാഗ് ഓഫ് ചെയ്ത് വാഹനം പുറപ്പെട്ടു. സിറ്റി ഗോൾഡ് കരീം കോളിയാട്, SI അജിത് കുമാർ, മറ്റു വ്യവസായ രാഷ്ട്രീയ പ്രമുഖർ നേതൃത്വം നൽകി. ഒപ്പം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഒരു തുക ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പല ക്യാമ്പുകളിലേക്ക് ആയിട്ടാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടത്തേക്ക് നമ്മൾ വളണ്ടിയർമാർ കൂടെ പോയിക്കൊണ്ട് അതിന് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് തുണി, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, ബാത്ത് ടവൽ, അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ, മരുന്നുകൾ, അതുപോലെ തന്നെ വെള്ളം, ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ എല്ലാം ഞങ്ങൾ സിറ്റി ഗോൾഡ് ഒരുക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ 6 മണിക്ക് ഞങ്ങൾ ലോറി ഇവിടെ നിന്ന് പുറപ്പെടുന്നതാണ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് സിറ്റി ഗോൾഡ് ഉടമ ശ്രീ അബ്ദുൽ കരീം കോളിയാട് ഇവിടെ വിശദീകരിച്ചു. നമ്മുടെ SIയും കാര്യങ്ങൾ പറഞ്ഞു. കേരളമാകെ ഇപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലെയും നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എത്രമാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ദുഃഖം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിലും നമുക്ക് നൽകുന്ന ഒരു സന്തോഷം അവരോടൊപ്പം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അവരോടൊപ്പം ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നതാണ്. പ്രിയങ്കരനായ MLA അതുപോലെ തന്നെ ഇവിടെ SI സാർ ഒക്കെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തത്തിനെയാണ് നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനം മൊത്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ആശ്വാസത്തിൻ്റെ ചിരിയുടെ മുഖങ്ങൾ കാണുന്നത് കാസർഗോഡ് മാത്രമാണ്, ഈ ഒരു ജില്ലയിൽ മാത്രമാണ് നമുക്കത് കാണാൻ വേണ്ടി കഴിയുന്നുള്ളത്. അത് MLA പറഞ്ഞതുപോലെ അതിനെ അടിവരയിടാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സിറ്റി ഗോൾഡിനെ പോലെയുള്ള ഒരുപാട് മനുഷ്യ മനസ്സുകൾ, നല്ല മനസ്സിൻ്റെ ഉടമകൾ ഇവിടെ കാസർഗോഡ് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം സഹായിക്കുന്ന ഹസ്തങ്ങളാണ് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത്. ആ സഹായത്തിന് ദൈവം തന്ന പുണ്യമാണ് കാസർഗോഡ് ജില്ലയെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ചെയ്യാനുള്ളത് ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യരൊന്നാണ് എന്ന് കണ്ടുകൊണ്ട് കേരളത്തിലെ 13 ജില്ലകളിലെ ജനങ്ങളെ നമുക്ക് ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കടമയായിട്ട് വന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.